BJP നേതാവ് ശ്രീ യുവരാജ് ഗൂഗിൾ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ യുവരാജ്, ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ വഖഫ് നിയമ ഭേദഗതി ബിൽ ഇപ്പോൾ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടിരിക്കുകയാണ്. ഇവിടെ ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. ഈ ഒരു ഭേദഗതി ബിൽ മുസ്ലിം വിരുദ്ധമല്ല. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടാണ് ഈ ബില്ലിന് ആധാരം. ആരാണോ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ടുവന്നത്, പുറത്തുവിട്ടത്, അല്ലെങ്കിൽ സച്ചാർ അത്തരമൊരു സമിതിയെ നിയോഗിച്ചത്, അവർ തന്നെയാണ് ഇപ്പോൾ ഇതിന് ആധാരമായ വസ്തുതയെ എതിർക്കുന്നത്. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ നോക്കിക്കാണുന്നു താങ്കൾ? ഈ വഖഫ് ബില്ല് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഈ വഖഫ് ബോർഡിന്റെ കയ്യിലിരിക്കുന്ന നിയമപരമായിട്ടുള്ള സാധ്യതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിനെ നമുക്ക് ഡ്രാക്കോണിയൻ എന്നൊക്കെ മാത്രമേ വിളിക്കാൻ സാധിക്കുകയുള്ളൂ. അവര് ഏതെങ്കിലും ഒരു ഭൂമിയുടെ മേലെ കയറി അവകാശം ഉന്നയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഭൂമി ആരുടെ കൈവശമാണോ ഇരിക്കുന്നത് അവരുടെ ഉത്തരവാദിത്തമായിട്ട് മാറുകയാണ്. ഇത് തിരിച്ച് വഖഫ് ബോർഡിന്റെ മുന്നിൽ ചെന്നിട്ട് ഇത് തങ്ങളുടെ ഭൂമിയാണ് എന്ന് തെളിയിക്കേണ്ടത്. ആ വഖഫ് ബോർഡിന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ അതിനകത്ത് മുസ്ലിങ്ങൾ മാത്രം അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ്. അത് അവര് മാത്രമായിട്ട് തീരുമാനിക്കുകയാണ്. ഇപ്പോ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു തമിഴ്നാട്ടിലെ ഒരു ഗ്രാമം പരിപൂർണമായിട്ടും തങ്ങളുടെ അധീനതയിലാണെന്ന് പ്രഖ്യാപിക്കുക, ക്ഷേത്രങ്ങളുടെ ഭൂമി തങ്ങളുടേതാണെന്ന് പ്രഖ്യാപിക്കുക. അപ്പൊ ഇത്തരം തലത്തിലുള്ള നടപടികളിലേക്കാണ് വഖഫ് ബോർഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, അവരിപ്പോ ഈ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ വലിയ OBC സ്നേഹം പറയുകയും വലിയ ഹിന്ദുക്കളെ ജാതി പറഞ്ഞ് വിഭജിക്കുവാനുള്ള വലിയ പരിശ്രമങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന് ഈ അഹമ്മദിയോടും ഷിയകളോടും ഒന്നും അതേ ഒരു കൺസേൺ ഇല്ലാത്തത് എന്നുള്ള കാര്യം മനസ്സിലാകുന്നില്ല. കാരണം അഹമ്മദിയരെ ഈ ആന്ധ്രാപ്രദേശ് വഖഫ് ബോർഡ് ഒരു തവണ വിളിച്ചത് കാഫറുകൾ എന്നാണ്. മുസ്ലിം സമുദായത്തിനകത്ത് തന്നെയുള്ള അഹമ്മദിയരെ വിളിച്ചത് കാഫറുകൾ എന്നാണ്. ഇവര് ഞങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നില്ല എന്നൊക്കെയാണ് അവര് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അഹമ്മദിയർക്ക് അതിനകത്ത് റോളില്ല, ഷിയാസിന് റോളില്ല. അപ്പൊ ഇത് ആർക്കാണ് ഇതിനകത്ത് റോള്? ഇത് ഒരു തരത്തിലുള്ള ട്രാൻസ്പെറൻസിയും ഇല്ലാതെയാണ് ഇത്തരം കാര്യങ്ങൾ ഇതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കോൺഗ്രസ് നെഹ്റു ഗവൺമെന്റിന്റെ കാലഘട്ടം മുതൽ തുടർന്നു വരുന്ന ഒരു അന്ധമായ ഒരു അപ്പീസ്മെന്റ് ഉണ്ട്. വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് അവർ കളിക്കുന്നതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇതിനെ ഇത്രയധികം സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും വർഷമായി സമൂഹം ഇത്രയും മുമ്പോട്ട് വന്നിട്ടുണ്ട്. ഇനിയും ഇത്തരം സാധനങ്ങൾ, ഇത്രയും ഡ്രാക്കോണിയൻ നിയമങ്ങളെ നമ്മൾ പിന്തുടരുന്നതിൽ യാതൊരു തരത്തിലുള്ള അർത്ഥവുമില്ല. കേന്ദ്ര സർക്കാർ അതുമായിട്ട് മുമ്പോട്ട് പോകുന്നത് വളരെയധികം പ്രതീക്ഷ തരുന്ന ഒന്ന് തന്നെയാണ്. യുവരാജ്, ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ കോൺഗ്രസിനായാലും ഇന്ത്യ സഖ്യത്തിലെ മറ്റ് ഘടകകക്ഷികൾക്കായാലും കൃത്യമായ ബോധ്യമുണ്ട്, ഇത് നടപ്പിലാക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അവിടെ വോട്ട് ബാങ്ക് മാത്രമാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. സർക്കാരിനെതിരെ പ്രതിരോധിക്കാനുള്ള ഒരു ഉപാധി മാത്രമായി അവർ ഇതിനെ കാണുകയുമാണല്ലേ? തീർച്ചയായിട്ടും, അല്ലാതെ മറ്റെന്താണ്? അവർക്ക് തന്നെ അറിയില്ല. ഇപ്പൊ അവരോട് തന്നെ നമ്മളിപ്പോ അഭിപ്രായം ചോദിക്കുകയാണെന്ന് ഇരിക്കട്ടെ. കഴിഞ്ഞ വർഷം തമിഴ്നാട്ടിലെ ഒരു ഗ്രാമം പരിപൂർണമായിട്ടും വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുകയാണ്. അപ്പൊ ആ ഗ്രാമത്തിലെ ജനങ്ങൾ മുഴുവനായിട്ട് വഖഫ് ബോർഡിന്റെ മുന്നിൽ ചെന്ന് നിങ്ങളുടെ ഭൂമിയല്ല ഞങ്ങളുടേതാണ് എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യം കേരളത്തിൽ ഉൾപ്പെടെ പല ക്ഷേത്ര ഭൂമികളിലും കയറി അവകാശവാദം ഉന്നയിക്കുന്ന സാഹചര്യം. ഈ ക്ഷേത്ര കമ്മിറ്റിക്കാർ ആരുടെ അടുത്താണ് പോകേണ്ടത്? കോടതികളിലേക്ക് പോകാൻ കഴിയില്ല, വഖഫ് ബോർഡിന്റെ അടുത്തേക്ക് മാത്രമേ പോകാൻ കഴിയുള്ളൂ. ഇത് എന്ത് തരത്തിലുള്ള നിയമമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഇപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ നിർമ്മലാഗിരി കോളേജിലുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ഒരു വിഷയം വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. അവിടുത്തെ ക്രിസ്ത്യൻ പള്ളി അധികാരികള് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പണ്ട് മുതലേ ഇങ്ങനെയല്ലേ ഇവിടെ ജീവിച്ചിരുന്നത്, അന്ന് മുതൽ ഈ നിയമം തന്നെയല്ലേ നമ്മുടെ കോളേജുകളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോ ഒരു വിദ്യാർത്ഥി തിരിച്ചു പറഞ്ഞത്, അന്ന് ഞങ്ങൾ ന്യൂനപക്ഷമായിരുന്നു, ഇന്ന് ഞങ്ങൾ ഭൂരിപക്ഷമാണ് എന്നാണ്. അപ്പോ ന്യൂനപക്ഷമായിരിക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളിലൊക്കെ വെറുതെ ക്ലെയിം വെച്ച് മുമ്പോട്ട് പോവുക, ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞ് ഭൂരിപക്ഷമാകുന്ന സമയത്ത് ഇതിനെ എല്ലാത്തിനെയും ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു നയത്തിലേക്ക് പോകില്ല എന്ന് നമുക്ക് ധരിക്കാൻ സാധിക്കുന്നത്? ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടും ഇത്തരം വിഷയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യപ്പെടേണ്ട സമയത്ത് ചെക്ക് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. വളരെയധികം നന്ദി ശ്രീ യുവരാജ് ഗോഹിൽ, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന് വേണ്ടി.